വിശ്വാസ പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള പുളിസന്ധ്യാ വേലയുടെ കോപ്പുതൂക്കൽ നടന്നു. ക്ഷേത്ര കലവറയിൽ നിർദീപം തെളിയിച്ച് വിഘ്നേശ്വരനെ സങ്കല്പിച്ച് തൂശനിലയിൽ പൂവൻപഴം സമർപ്പിച്ച ശേഷമാണ് കോപ്പുതൂക്കൽ നടത്തിയത്. വൈക്കത്തഷ്ടമിക്കും സന്ധ്യാവേലയ്ക്കും മുന്നോടിയായി ആചാരത്തനിമയോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ. ക്ഷേത്രത്തിലെ ആട്ടവിശേഷമായ വരുന്ന അടിയന്തരങ്ങൾക്ക് മുന്നോടിയായി നടത്തുന്ന ചടങ്ങാണ് കോപ്പുതൂക്കൽ. വൈക്കത്തപ്പനും ഉപദേവതമാർക്കും വിശേഷാൽ വഴിപാട് നടത്തിയ ശേഷമാണ് ചടങ്ങ്. ദേവസ്വം ഭരണാധികാരിയായ ഡെപ്യൂട്ടി കമ്മീഷണർ KR ശ്രീലത ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അളന്നു തൂക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ V ഈശ്വരൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചു. പ്രതീകാത്മകമായി മംഗള വസ്തുക്കളായ ചന്ദനവും മഞ്ഞളും അളന്ന് ഏൽപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് വീഴ്ച വരാതെ നടത്തുന്നതിന് ക്ഷേത്ര കാര്യക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏറ്റുവാങ്ങുന്നതായി വിശ്വാസം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ഗ്രൂപ്പിൽപ്പെട്ട വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 1200-ാം ആണ്ട് വൈക്കത്തഷ്ടമി തിരുവുത്സവം നവംബർ 12-ന് കൊടികയറി സമാരംഭിക്കുകയാണ്. ആയതിന് മുന്നോടിയായിട്ടുള്ള പുള്ളിസന്ധ്യാവേല ചടങ്ങുകൾ ഇന്നും അതിന് പ്രാരംഭമായി കോപ്പുതൂക്കൽ ചടങ്ങ് എന്ന ചടങ്ങാണ് ഇന്ന് ക്ഷേത്ര ഭൂമുഖത്ത് നടന്നിട്ടുള്ളത്. പ്രതീകാത്മകമായി മഞ്ഞൾ, ചന്ദനം എന്നിവ വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായ ആദരണീയായ ശ്രീമതി KR ശ്രീലത അവർ, വൈക്കം ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആദരണീയനായ ശ്രീ MG മധു സാർ അവരുടെ സാന്നിധ്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയ എന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ അസിസ്റ്റന്റ് കമ്മീഷണർ MG മധു, ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ദിവാകരൻ മട്ടക്കൽ, സെക്രട്ടറി R രാജശേഖരൻ നായർ എന്നിവർ പങ്കെടുത്തു. 9 മലയാളം ന്യൂസ്, കോട്ടയം.